ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആൺപാവം പൊല്ലാത്തത് എന്ന തമിഴ് മൂവിയാണ്. വിവാഹശേഷം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് നായികയായ ശക്തിക്ക് ഒരു വിവാഹാലോചന വരുന്നതാണ്. ശിവ എന്ന് പറയുന്ന നായകനായിരുന്നു അവളെ പെണ്ണ് കാണാനായിട്ട് വരുന്നത്. ശക്തി കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ എങ്ങനെയുള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശിവയുടെ സോഷ്യൽ മീഡിയ മുഴുവൻ അവൾ നോക്കുകയും അവനെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ ഗസ് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ശിവ അവളെ കാണാൻ വരുന്ന ദിവസം ശക്തിയെ കണ്ട മാത്രയിൽ തന്നെ ശിവയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫെമിനിസം ഒക്കെ ഉള്ള വ്യക്തിയായിരുന്നു ശക്തി. കുറെ ആൾക്കാർ അവിടെ നിലത്തിരിക്കുന്നുണ്ടായിരുന്നു. വന്ന ആൾക്കാര് അവളോട് നിലത്തേക്ക് ഇരിക്കാൻ പറയുന്നു. എന്നാൽ അവൾക്ക് എല്ലാവരുടെയും മുന്നിൽ താഴെ ഇരിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾക്ക് അധികം ഇഷ്ടമില്ലാതിരുന്നിട്ടും വീട്ടുകാർ നിർബന്ധിച്ച കാരണം. എന്നാൽ ഇത് കണ്ട് ശിവ പറയുന്നുണ്ട്, ഇക്വാലിറ്റി എന്നുള്ളത് ഞങ്ങളുടെ ലൈഫിൽ വേണം, അതുകൊണ്ട് ഞാനും താഴെ ഇരിക്കുകയാണെന്ന്. അങ്ങനെ അവനും ഇറങ്ങി താഴേക്ക് ഇരിക്കാൻ തുടങ്ങിയതോടുകൂടി ശക്തിയുടെ വീട്ടുകാര് അവൾക്കൊരു ചെയർ കൊണ്ടുവന്ന് ഇട്ടു കൊടുക്കുന്നു. അതിലിരിക്കാൻ പറയുന്നു. അപ്പൊ ശിവയും കയറി സോഫയിലേക്ക് ഇരിക്കുന്നു. തുടക്കമേ തന്നെ ഇക്വാലിറ്റിയെ കുറിച്ചെല്ലാം സംസാരിക്കുന്ന അവനോട് ശക്തിക്ക് കൂടുതൽ ഇഷ്ടം തോന്നാൻ തുടങ്ങി. അതുകൊണ്ട് അവൾ ആ മാരേജിനും സമ്മതിച്ചു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ റൂമിൽ പെരിയാറിന്റെയും അംബേദ്കറിന്റെയും മറ്റൊരാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ മൂന്നാമത്തെ ആളുടെ ഫോട്ടോ കണ്ടിട്ട് അത് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആണല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അത് കാൾ മാർക്സ് ആണെന്ന്. പക്ഷെ അത് അയാളുടെ ഫോട്ടോ അല്ലാന്ന് അവന് മനസ്സിലായി. എന്നാൽ അവൾ അത് അയാൾ തന്നെയാണെന്ന് പറയുന്ന കാരണം അവനത് തിരുത്താനും നിന്നില്ല. തനിക്ക് ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇവരെ കുറിച്ചൊക്കെ ഒരുപാട് താൻ പഠിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലായിരുന്നു അവളുടെ സംസാരം. അങ്ങനെ അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവർ സ്ഥിരമായിട്ട് ഫോണിൽ സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം ഡ്രസ്സ് എടുക്കാൻ ഇവർ പുറത്തുപോയ സമയത്ത് അവളൊരു ചുരിദാർ ഇട്ടുകൊണ്ട് അവന്റെ മുന്നിലേക്ക് വരുന്ന കണ്ടിട്ട് അവൻ പറയുന്നുണ്ട്, നീ ഈ ഡ്രസ്സ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ നിനക്ക് ട്രൈ ചെയ്യാമെന്ന്. എന്നാൽ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ധരിക്കുന്നതെന്നും ഏത് ഡ്രസ്സ് ധരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അതെനിക്ക് കംഫോർട്ട് ആയിരിക്കണം, എന്റെ കംഫോർട്ടിനനുസരിച്ച് മാത്രമേ ഞാൻ ഓരോ ഒക്കേഷനിൽ ഡ്രസ്സ് ധരിക്കൂ എന്ന് പറയുന്നു. അവൾ അങ്ങനെയൊക്കെ പറയുന്നത് അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഓരോ ഒക്കേഷനനുസരിച്ച് നല്ല രീതിയിലായിരുന്നു അവൾ ഡ്രസ്സ് ധരിച്ചുകൊണ്ടിരുന്നത്. ഹണിമൂണിന് എവിടെയെങ്കിലും പോകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് തനിക്ക് പോർബന്തറിൽ പോകാനാണ് ആഗ്രഹം എന്നാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലം പറയുന്ന കേട്ടിട്ട് അവിടെ എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അംബേദ്കർ ജനിച്ച സ്ഥലമാണെന്നാണ് അവള് പറയുന്നത്. ഇവൾക്ക് എന്താ ഇങ്ങനത്തെയൊക്കെ ടേസ്റ്റ് എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. തൽക്കാലം അതിനെയൊന്നും തന്നെ അവൻ എതിർക്കാൻ നിന്നില്ല. അങ്ങനെ അന്ന് വൈകുന്നേരം അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, താൻ സ്മോക്ക് ചെയ്യാറുണ്ട്, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. സ്മോക്ക് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല, കൂട്ടത്തിൽ എന്നെയും കൂട്ടണമെന്നാണ് അവൾ പറയുന്നത്. കുട്ടിക്കാലം മുതലേ അവൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ട്. പക്ഷെ അവളുടെ അച്ഛൻ അവളെ പല കാര്യത്തിനും റെസ്ട്രിക്ട് ചെയ്തിരുന്നത് കാരണം അവൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നും തന്നെ അവൾക്ക് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തനിക്ക് സ്വതന്ത്രമായിട്ട് താൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ സിഗരറ്റ് വലിക്കുമ്പോൾ അതിലൊന്ന് അവൾക്കും തരണം, രണ്ടുപേർക്കും ഒരുമിച്ച് വലിക്കാം. അതായിരുന്നു അവളുടെ മനസ്സിലുള്ള ഫെമിനിസവും ഇക്വാലിറ്റിയും ഒക്കെ. അവൾ ഇത്രയും കാലം അവളുടെ വീട്ടില് അവളുടെ അച്ഛൻ അവളെ എന്തെങ്കിലും വഴക്കുമറിയുമെന്ന് പേടിച്ചാണ് പല കാര്യങ്ങളും ചെയ്യാതെ ജീവിച്ചിരുന്നത്. അവൾ ഇനി ജീവിക്കാൻ പോകുന്ന ജീവിതത്തില് വീട്ടിലുള്ള ആണുങ്ങള് തങ്ങളെ എന്തെങ്കിലും പറയുമോ എന്ന് പേടിച്ച് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ഫ്രീ ആയിട്ട് ജീവിക്കണം. അത് മാത്രമായിരുന്നു അവളുടെ ആഗ്രഹം. അവൾ ആ പറയുന്ന കാര്യത്തിനെല്ലാം തന്നെ ശിവ ഓക്കെ ആയിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവൾക്ക് വലിക്കാൻ അവനൊരു സിഗരറ്റും എടുത്തു കൊടുത്തു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് സിഗരറ്റ് വലിക്കുന്നു. അതിനുശേഷം അവരുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞുള്ള ദിനങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുകയും പരസ്പരം അവരവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ശിവയുടെ അച്ഛനൊരു ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്തു. അവിടേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തത് ശക്തിയുടെ അച്ഛനായിരുന്നു. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞു. ഫസ്റ്റ് മന്ത് ആനിവേഴ്സറിക്ക് അവൾക്കൊരു സർപ്രൈസും അവൻ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറയുന്നുണ്ട്, ഇതുപോലെ 400 വർഷം എനിക്ക് നിന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്ന്. അന്നവർ ഒരുമിച്ച് ബിയർ കുടിക്കുകയും ചെയ്യുന്നു. പക്ഷെ ആ സംഭവത്തിന് ശേഷം പിന്നീട് കാണിക്കുന്നത് 400 ദിവസം കഴിഞ്ഞിട്ടുള്ള കഥയാണ്. നമ്മുടെ ശിവ ഡിവോഴ്സിന് വേണ്ടിയിട്ട് നാരായൺ എന്ന് പറയുന്ന ഒരു വക്കീലിനെ കാണാൻ വരുന്നു. അതായത് അവനും ശക്തിയും ഡിവോഴ്സ് ആവാൻ പോവുകയാണ്. ഈ ദിവസത്തിനിടയ്ക്ക് അവരുടെ ലൈഫിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ശിവ വക്കീലിനോട് പറയുന്നത് ശക്തി തനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു എന്നാണ്. അതും ഡൊമസ്റ്റിക് വയലൻസിന്. അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വക്കീൽ അവനോട് ചോദിക്കുമ്പോൾ ഫസ്റ്റ് മന്ത് ആനിവേഴ്സറിക്ക് ശേഷം നടന്ന കാര്യങ്ങളാണ് അവൻ പറയുന്നത്. ഒരു ദിവസം രാവിലെ ശിവ നോക്കുമ്പോൾ ശക്തിയുടെ കഴുത്തിൽ താലിയില്ല. താലി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജ്വല്ലറി ബോക്സിൽ വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു. എല്ലാ ദിവസവും ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, എവിടെയെങ്കിലും പോകുമ്പോഴേക്കും ഇട്ടുകൊണ്ട് പോകുന്നതാണ് അവള് പറയുന്നത്. എന്നാൽ അത് അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല. വിവാഹം കഴിഞ്ഞ സ്ത്രീകള് താലി ദിവസവും ധരിക്കണം എന്നൊരു മൈൻഡായിരുന്നു അവനുണ്ടായിരുന്നത്. പിന്നീട് ഒരു ദിവസം അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് അവൾ റീൽസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആഹാരം ഒന്നും ഉണ്ടാക്കില്ലെന്ന് ചോദിക്കുമ്പോൾ താൻ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്താണ് കഴിച്ചതെന്ന് അവള് പറയുന്നു. അവൻ ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ നിന്നായിരുന്നു കഴിച്ചിരുന്നത്. രാത്രിയിലേക്ക് ഫുഡ് ഉണ്ടാക്കാൻ അവളോട് പറയുമ്പോൾ അവള് പറയുന്നത്, നീയും വാ, നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം, നീ വെജിറ്റബിൾ കട്ട് ചെയ്ത് തന്നാൽ മതി, ഞാൻ കുക്ക് ചെയ്തോളാമെന്ന്. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഞാൻ ജോലി ചെയ്ത് ഇത്രയും ടയർഡായിട്ട് വന്നതാ, സൺഡേസിൽ ഇതൊക്കെ നടക്കും, അല്ലാതെ എല്ലാ ദിവസവും എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. തനിക്കും എല്ലാ ദിവസവും ഇതുപോലെ കുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അവളും പറയുന്നു. ഏതെങ്കിലും രീതിയിൽ അവളെ അവൻ എതിർത്ത് പറയുമ്പോൾ ഇതെല്ലാം എന്റെ ചോയ്സ് ആണ്, എന്റെ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നീട് അങ്ങോട്ട് ലൈഫിൽ നിസ്സാര കാര്യങ്ങൾക്കെല്ലാം തന്നെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അവൻ സിഗരറ്റ് വലിക്കുന്ന കാണുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി അവളും വലിക്കും. പക്ഷെ അത് വലിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവന്റെ മുന്നിൽ വെച്ചത് കാണിക്കാതെ ഉള്ളിൽ പോയിട്ട് വെള്ളം എടുത്ത് കുടിക്കുകയും ആ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കുകയും ചെയ്യും. എന്നിട്ട് ഇൻസ്റ്റാ റീൽസിൽ കപ്പിൾസ് റൊമാന്റിക് ആയിട്ട് പ്രപ്പോസ് ചെയ്യുന്നതും വൈഫിന് ഹസ്ബൻഡ് സർപ്രൈസ് കൊടുക്കുന്നതെല്ലാം കാണിച്ച് ഇതെന്ത് ക്യൂട്ടാണെന്ന് പറയും.
പറയും. എന്നാൽ അതൊക്കെ അവര് റീൽസിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് അവളോട് പറയുമ്പോൾ അവൾ അതൊന്നും കാര്യമാക്കില്ല. ഇവരൊക്കെ റിയൽ ലൈഫിലും ഇങ്ങനെയാണെന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. ഷോപ്പിങ്ങിന് പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും അവൾക്ക് പല നിർബന്ധങ്ങളും ഉണ്ടായിരുന്നു. എന്തിനെങ്കിലും അവൻ എതിർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം എന്റെ ചോയ്സ് ആണെന്ന് അവനോട് പറയും. ഒരു ദിവസം അവനോട് പറയാതെ അവന്റെ കയ്യിലെ ക്യാഷ് ഒരുപാട് അവൾ ചെലവാക്കുന്നു. അത് ചോദ്യം ചെയ്യുമ്പോൾ നിന്റെ ക്യാഷ് പോലും എനിക്ക് ചെലവാക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചിട്ടാണ് അവൾ വഴക്കുണ്ടാക്കുന്നത്. ഓൾറെഡി വീട്ടിലേക്കുള്ള കുറെ സാധനങ്ങളെല്ലാം താൻ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്, ഇവിടുത്തെ ബില്ലുകളെല്ലാം താൻ അടയ്ക്കുന്നുണ്ട്, പിന്നെ എന്തിനാ ഇത്രയും ക്യാഷ് നീ ചെലവാക്കിയെന്ന് ചോദിക്കുമ്പോൾ അവൾ ദേഷ്യത്തിൽ പറയുന്നത് എനിക്ക് നിന്റെ ക്യാഷ് ഒന്നും വേണ്ടെന്നാണ്. എന്നിട്ട് അവന്റെ കാർഡും എടുത്തു കൊടുത്തിട്ട് റൂമിൽ കയറി കഥ കടയ്ക്കുന്നു. പിറ്റേ ദിവസം ശിവ കാണുന്നത് അവനോട് പോലും ആലോചിക്കാതെ അവളൊരു മെയ്ഡിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതാണ്. ഇനി ഈ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതും കുക്കിംഗ് ചെയ്യുന്നതും എല്ലാം ഈ സ്ത്രീ ആയിരിക്കുമെന്നും പറയുന്നു. ഈ നിസ്സാര പ്രശ്നങ്ങളൊക്കെ പലരുടെയും ലൈഫിൽ ഉണ്ടാകുന്നതാണെന്ന് വക്കീല് പറയുന്നു. ഇതിനൊക്കെയാണോ താൻ ഡിവോഴ്സിന് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അങ്ങനെയല്ല, ഡിവോഴ്സിലേക്ക് കടക്കുന്ന 4 സംഭവങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുവെന്ന്. അതിൽ ആദ്യത്തെ സംഭവം ശിവയുടെ ഒരു റിലേറ്റീവിന്റെ ഒരു ഫംഗ്ഷനിൽ പോയപ്പോഴായിരുന്നു. ഒരു പെൺകുട്ടി ഋതുമതിയായ ചടങ്ങായിരുന്നു അത്. അതിൽ നമ്മുടെ ശക്തി സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ബ്ലൗസും സാരിയുമായിരുന്നു ഉടുത്തിരുന്നത്. ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ചെയറിൽ അവൾ ഒരു കാലിന്റെ മുകളിൽ മറ്റൊരു കാൽ കയറ്റിയിരുന്ന് ഫോൺ നോക്കിയായിരുന്നു. എന്നാൽ ഇത് ശിവയുടെ പേരൻസിന് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ കാൽമേ കാല് കയറ്റിയിരിക്കുന്നത് ശരിയല്ലെന്നും നീ നിന്റെ വൈഫിനോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണമെന്നും അവളുടെ ഡ്രസ്സിംഗ് ശരിയല്ല, മര്യാദയ്ക്ക് ഡ്രസ്സ് ധരിക്കാൻ പറയണമെന്നും അവനോട് അവന്റെ പേരൻസ് പറയുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവളിട്ട ഡ്രസ്സിന് അവനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആൾക്കാർ ഇങ്ങനെ പറയുന്ന കാരണം അവൻ പോയി അവളോട് പറയുന്നുണ്ട് നിന്റെ ഇരുത്ത് ശരിയല്ല, നിന്റെ ഡ്രസ്സ് ശരിയല്ല, നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ. എന്നാൽ ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നു. മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് എന്നോട് വന്ന് വഴക്കുണ്ടാക്കാതെ അവരോട് മര്യാദയ്ക്ക് എന്നെ എങ്ങനെ നോക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാനാണ് അവള് പറഞ്ഞത്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്, എനിക്ക് കംഫോർട്ട് ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അതെനിക്ക് മാറ്റാനും സൗകര്യമില്ല. എന്നെ മോശമായിട്ട് നോക്കുന്ന ആൾക്കാരെയാണ് നീ പോയി തിരുത്തേണ്ടത്, അല്ലാതെ എന്നെ അല്ല എന്ന് അവള് പറയുന്നു. നിന്റെ മുന്നിൽ ഒരു പെൺകുട്ടി ഡ്രസ്സ് ഇല്ലാതെ വന്നാൽ പോലും അവളുടെ പെർമിഷൻ ഇല്ലാതെ അവളെ നോക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് നിന്നെ വളർത്തേണ്ടത് നിന്റെ പേരൻസിന്റെ കടമയാണ്. പിന്നെ നിന്റെ വീട്ടുകാർ ശരിയായിട്ടില്ല വളർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വഴക്കിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അതോടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ശിവ ആകെ വല്ലാതെയായി. അതിന് പകരം വീട്ടാൻ അവനൊരു അവസരം കിട്ടി. അവളുടെ ഒരു ഫ്രണ്ടിന്റെ ബുട്ടീക്കിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് ഫംഗ്ഷനിൽ എല്ലാവരും നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് ചെല്ലുമ്പോൾ അവനാകട്ടെ ഒരു ലുങ്കിയും ടീഷർട്ടും സ്ലിപ്പറും ഒക്കെ ഇട്ടിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് എന്റെ കംഫോർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ഇതാണെന്നും എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ധരിക്കുമെന്നും. തന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമാണ് അവൻ ഇങ്ങനെ ചെയ്തതെന്ന് ശക്തിക്ക് മനസ്സിലായി. അതിന്റെ പേരിൽ അവർക്കിടയിൽ പ്രശ്നങ്ങളായി. പിന്നീട് ഒരു ദിവസം അവളിട്ടൊരു റീലിന് കുറെ ആൾക്കാർ മോശമായിട്ട് കമന്റ് ചെയ്യുന്ന കണ്ടിട്ട് മര്യാദയ്ക്ക് റീല് ഡിലീറ്റ് ചെയ്യണമെന്ന് അവൻ അവളോട് പറയുന്നു. എന്നാൽ ആ ആൾക്കാർ കമന്റ് ചെയ്യുന്നെങ്കിൽ ഞാൻ എന്തിനാ റീല് ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ് അവൾ ചോദിക്കുന്നത്. ഇതൊക്കെ എന്റെ ചോയ്സ് ആണ്, എന്റെ ഇഷ്ടമാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അവൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവനാകട്ടെ ആ റീല് അവളുടെ അച്ഛന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അവളിങ്ങനെ റീൽ എടുക്കുന്നത് അവളുടെ അച്ഛന് ഇഷ്ടമല്ല. അതിന്റെ പേരിൽ അവളുടെ അച്ഛൻ അവളെ വിളിച്ച് ഒരുപാട് വഴക്ക് പറയുന്നു. നീ എന്തിനാ അച്ഛനോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോയി, എന്തിനാ റീല് ഷെയർ ചെയ്ത് കൊടുക്കാൻ പോയി എന്ന് ചോദിച്ചിട്ട് ശക്തി വന്ന് ശിവയോട് വഴക്കുണ്ടാക്കുമ്പോൾ അവൻ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും മദ്യപിക്കുന്ന കണ്ട് അവനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മദ്യലഹരിയിൽ കിടക്കുന്ന അവന്റെ വീഡിയോ അവൻ അറിയാതെ അവൾ എടുക്കുന്നു. ആ വീഡിയോയിലാകട്ടെ അവൻ പാതി ബോധത്തിൽ പറയുന്നുണ്ടായിരുന്നു അവളുടെ അച്ഛൻ അവളെ മര്യാദയ്ക്ക് വളർത്താറിയില്ലായിരുന്നു, ആ ഭാരം എന്റെ തലയിൽ എടുത്തു വെച്ചതാ, ഇതിനൊക്കെ അവളെ പറയുന്നതിന് മുമ്പേ അയാളെ പറയണമെന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛനെ കുറിച്ച് മോശമായിട്ട് എന്തൊക്കെയോ പറയുന്നു. അതെല്ലാം തന്നെ ശക്തി വീഡിയോ എടുത്ത് റീലാക്കി പോസ്റ്റ് ചെയ്തു. പിറ്റേന്ന് രാവിലെ ഇത് കണ്ടിട്ട് ശിവയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. അങ്ങനെ അതിന്റെ ഇടയിലും അവർക്കിടയിൽ പ്രശ്നമായി. ഇതായിരുന്നു രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തെ സംഭവം എന്തെന്നാൽ ഇവൻ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളുമായിട്ട് കോളിംബെല്ല് വന്ന് അടിക്കുമ്പോൾ അവൾ വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല. ഓൾറെഡി തന്നെ വാതിൽ തുറന്നിട്ടിരുന്നതാണ്. എന്നാൽ അവന്റെ കയ്യിലെ സാധനങ്ങളുമായിട്ട് അവൻ അത് തല തുറന്ന് കയറിയപ്പോഴേക്കും സാധനങ്ങളൊക്കെ താഴെ വീണു. ദേഷ്യത്തിൽ അവൻ വന്ന് അവളോട് വഴക്കിടുന്നു. കോളിംബെല്ല് അടിക്കുമ്പോൾ ഒന്ന് വന്ന് തുറന്നൂടെ എന്ന് ചോദിച്ചിട്ട് നീ എന്നെ റാണിയെ പോലെ നോക്കൂന്ന് പറഞ്ഞിട്ട് എന്നോടുള്ള നിന്റെ പെരുമാറ്റം ശരിയല്ല എന്നാണ് അവള് പറയുന്നത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി അവൾ റൂമിൽ കയറി വാതിലടിച്ചു. എന്നാൽ ദേഷ്യത്തിൽ പോയി വാതിൽ തുറന്ന അവൻ കാണുന്നത് ആ റൂം മുഴുവൻ അവൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ്. അവൾ ആകെ സങ്കടത്തിലായിരുന്നു അവിടെ ഇരിക്കുന്നത്. അന്ന് അവരുടെ ആനിവേഴ്സറി ആയിരുന്നു. അതുപോലും അവൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. രാവിലെ അതൊന്നും ഓർക്കാതെയും വിഷ് ചെയ്യാതെയും അവൻ ഓഫീസിലേക്ക് പോയി. പലതവണ അവൾ ഫോൺ ചെയ്തിട്ടും അവൻ ഫോൺ എടുത്തില്ല. മെസ്സേജ് ചെയ്തിട്ടും അവൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള നീ വരുന്ന ഉടനെ തന്നെ ഞാൻ വാതിൽ തുറന്നു തരണമെന്ന് അവൾ ചോദിക്കുന്നു. തങ്ങളുടെ ആനിവേഴ്സറി താൻ മറന്നല്ലോ എന്നാലോചിച്ചിട്ട് അവന് ശരിക്കും വിഷമമായി. പോയി കേക്ക് വാങ്ങിക്കൊണ്ടുവരാൻ പറയുമ്പോൾ അവൻ ഓടിപ്പോയി കേക്ക് വാങ്ങിയിട്ട് വരുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് ആനിവേഴ്സറി ആഘോഷിക്കുകയും ചെയ്തു. പിന്നീട് എന്ത് പറ്റിയെന്ന് വക്കീല് ചോദിക്കുമ്പോൾ നാലാമത്തെ സംഭവമാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ് അവൻ പറയുന്നത്. ഒരു ദിവസം അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ വന്ന് അവനോട് പറയുന്നുണ്ട് താൻ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന്. തന്റെ കോളേജിലെ ഫ്രണ്ട് രാകേഷുമായിട്ട് ചേർന്നിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ അത് എന്റെ ഇഷ്ടമാണ്, ഞാൻ നിന്നോട് പെർമിഷൻ ചോദിച്ചതൊന്നുമല്ല, എന്റെ ഒരു ഡിസിഷൻ ഞാൻ നിന്നോട് ഷെയർ ചെയ്തത് മാത്രമാണെന്ന് അവൾ പറയുന്നു. ശരിക്കും അവളുടെ ഉദ്ദേശം ഒന്നുകിൽ അവൾക്ക് ആ ഒരു ബിസിനസ് ചെയ്യാൻ അവൻ കാശ് കൊടുക്കണം, അല്ലെങ്കിൽ അവളുടെ അച്ഛൻ കൊടുത്ത് അവളുടെ സ്വർണ്ണമെല്ലാം എടുത്ത് അത് വെച്ചിട്ട് അവൾക്ക് ബിസിനസ് ചെയ്യണമെന്നതായിരുന്നു. ശരിക്കും അവളുടെ മനസ്സിൽ ഈ ബിസിനസ് ഐഡിയ എല്ലാം വന്നത് അവളുടെ ഫ്രണ്ട് ബൊട്ടിക്ക് തുടങ്ങിയത് കൊണ്ടാണ്. ഒരു കോമ്പറ്റീഷൻ മൈൻഡോട് കൂടിയാണ് അവളിപ്പോൾ ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്ന് പറയുന്നത്. അങ്ങനെ പാർലർ തുടങ്ങണമെങ്കിൽ നീ ആ കോഴ്സ് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകണം. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത നീ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ അവൻ പറയുന്നു. എന്നാൽ അവൾ അതൊന്നും കേൾക്കുന്നില്ല. അവൾക്കൊരു തരം വാശിയായിരുന്നു എല്ലാത്തിനും. എന്നാൽ അവൾ ഓരോന്ന് തിരിച്ചു പറഞ്ഞ്
തർക്കിക്കാൻ തുടങ്ങിയതോടുകൂടി അവൻ പറയുന്നുണ്ട്, അന്ന് നീ കാൾ മാക്സ് എന്ന് പറഞ്ഞിട്ട് വെച്ചിരുന്ന ഫോട്ടോ അയാളുടേതല്ല എന്നും നീ പോർബന്തറിൽ ഹണിമൂൺ പോകണമെന്ന് പറഞ്ഞില്ലേ, അത് അംബേദ്കറിന്റെ ജന്മസ്ഥലമല്ല, അത് ഗാന്ധിജിയുടെ ജന്മസ്ഥലമാണെന്ന്. കൂടാതെ നിനക്ക് സിഗരറ്റ് വലിക്കണമെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങത്തില്ലേ, അത് മര്യാദയ്ക്ക് നിനക്ക് വലിക്കാൻ പോലും അറിയില്ല. പക്ഷെ എന്റെ മുന്നിൽ ഓരോന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 2 പഫ് എടുക്കുന്ന പോലെ കാണിച്ചിട്ട് നീ അകത്ത് പോയി വെള്ളം കുടിക്കുന്നതും അതിന്റെ സ്മെല്ല് മാറ്റുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അവള് വലിയ കമ്മ്യൂണിസ്റ്റ് ആണെന്നും ഫെമിനിസ്റ്റ് ആണെന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്നത്. പക്ഷെ അതിനെപ്പറ്റി ഒന്നും തന്നെ അവൾക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. പുറമെ ഓരോ ഷോ കാണിക്കുകയാണെന്നും അല്ലാതെ ഇതൊക്കെ എന്താണെന്ന് പോലും നിനക്ക് അറിയില്ല എന്നും പറഞ്ഞിട്ട് അവളെ അവൻ ഒരുപാട് കളിയാക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് അവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നു. അവൾ അവനോട് സംസാരിക്കാൻ വന്നപ്പോൾ തന്നെ അവളുടെ ലൈഫിലെ 2 സന്തോഷകരമായ കാര്യങ്ങൾ പറയാനാ വന്നതെന്ന് പറഞ്ഞിട്ടാണ് അവൾ തുടങ്ങിയത്. ആദ്യത്തെ കാര്യം ബൊട്ടിക്ക് തുടങ്ങുന്നതായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അവൾ പറയുന്നതിന് മുമ്പ് തന്നെ അവൻ പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ തന്ന സ്വർണ്ണം എടുത്ത് പണയം വെച്ചിട്ട് അതിന്റെ ബൊട്ടിക്ക് തുടങ്ങുന്നതായിരിക്കും ആ രണ്ടാമത്തെ കാര്യമെന്ന്. എനിക്ക് നിന്റെ ഡ്രീം ബ്യൂട്ടി പാർലർ ഓപ്പൺ ചെയ്യണം എന്നതാണെങ്കിൽ മര്യാദയ്ക്ക് പോയി ആ കോഴ്സ് പഠിക്കുന്നതാ നല്ലത്, അല്ലെങ്കിൽ പോയി എക്സ്പീരിയൻസ് എവിടെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. ഇത്രയും ദിവസം അവൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കെല്ലാം ചേർത്തിട്ട് അവളെ അവൻ ഓരോന്ന് തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് നീ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഓരോന്ന് സംസാരിച്ചപ്പോ ഒരു പെൺകുട്ടി ഡ്രസ്സേ ഇല്ലാതെ വന്നു നിന്നാലും അവളുടെ പെർമിഷൻ ഇല്ലാതെ അവളെ നോക്കരുതെന്ന് അന്ന് നീ പറഞ്ഞില്ലേ, അങ്ങനെ ആൾക്കൂട്ടത്തിൽ ഡ്രസ്സേ ഇല്ലാതെ വന്നു നിൽക്കാൻ നിനക്ക് ആരാ പെർമിഷൻ തന്നെയെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. വഴക്കിനിടയിൽ അവള് പറയുന്നുണ്ട്, എന്നെ പോലൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ നിനക്കൊരു അർഹതയില്ലാന്ന്. എന്നാൽ അവൻ തിരിച്ചു പറയുന്നു, നിന്റെ കൂടെ ജീവിക്കാൻ എനിക്കല്ല അർഹതയില്ലാത്തത്, എന്നെ പോലൊരാളുടെ കൂടെ ജീവിക്കാൻ നിനക്കാണ് അർഹതയില്ലാത്തതെന്ന്. നീ ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം പോയി ചാകുന്നതാന്നുള്ളതെന്നൊക്കെ അവൻ ദേഷ്യത്തിൽ പറഞ്ഞതോടുകൂടി അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. അവൾ ആകെ തകർന്ന് കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കൂടിക്കൂടി വന്നപ്പോഴാണ് അവ ശ്രദ്ധിക്കുന്നത് അവൾ നിലത്തേക്ക് നോക്കി നിന്നാണ് കരയുന്നതെന്ന്. ശരിക്കും ആ ഒരു കാഴ്ച കണ്ട് അവൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം അവളുടെ ശരീരത്തിൽ നിന്നും രക്തം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞതിൽ രണ്ടാമത്തെ ഹാപ്പി ന്യൂസ് അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള വാർത്തയായിരുന്നു. പക്ഷെ ഈ ഒരു വഴക്കിനിടയിൽ അവൾക്കുണ്ടായ സ്ട്രെസ് കാരണം അവൾക്ക് അബോർഷനായി. ദേഷ്യത്തോടെ അവൾ ആ പ്രഗ്നൻസി കിറ്റ് അവന്റെ അടുത്തേക്ക് വലിച്ചെറിയുകയും ആ ഒരു അവസ്ഥയിൽ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. അപ്പോഴാണ് ശരിക്കും അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് തന്നെ അവൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അവളെയും കൊണ്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ആ ഒരു വഴക്ക് കാരണം ഇതെല്ലാം സംഭവിച്ചെന്ന് മനസ്സിലാക്കി അവന് ശരിക്കും കുറ്റബോധം തോന്നിയിരുന്നു. ഇതെല്ലാം അവൻ ആ വക്കീലിനോട് പറയുമ്പോഴും അവൻ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് എന്താ സംഭവിച്ചെന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്നും 2ാമത്തെ ദിവസം അവളെ കാണാതായി. അവളുടെ ഒരു ഫ്രണ്ട് കൂടിയായ ലക്ഷ്മി എന്ന് പറയുന്ന വക്കീലിന്റെ വീട്ടിലേക്കാണ് അവൾ പോയത്. അവളുടെ അബോഷന് കാരണം അവനാണെന്നും അവൻ അവളെ ഉപദ്രവിച്ചിട്ടാണ് അവൾക്ക് അബോഷൻ ആയതെന്നൊക്കെയാണ് ആ ലക്ഷ്മി എന്ന് പറയുന്ന വക്കീൽ പറയുന്നത്. അവരങ്ങനെയായിരുന്നു കേസ് കൊടുത്തതും. പലതവണ അവളെ കൺവിൻസ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ ശ്രമിച്ചെങ്കിലും ശക്തി അതിന് കൂട്ടാക്കിയില്ല. ആ വക്കീലിന്റെ കൂടെ ചേർന്നിട്ട് ഡിവോഴ്സിന് അവൾ ഫയൽ ചെയ്യുകയായിരുന്നു. കൂടാതെ അവളെ ടോർച്ചർ ചെയ്യുന്നു പറഞ്ഞിട്ട് പോലീസിലൊരു കേസും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്റ്റേഷനിൽ നിന്ന് അവനെ വിളിപ്പിച്ചിരിക്കുകയാണ്. തൽക്കാലം അവൻ വക്കീലിനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. എന്നാൽ നാരായണ അവനോട് പറയുന്നുണ്ട്, ഈ സ്റ്റേഷനിലെ പെണ്ണുങ്ങൾ പറയുന്നതേ കേൾക്കൂന്ന്. കാരണം നിയമം അവർക്കാണ് അനുകൂലമായിട്ട് നിൽക്കുന്നത്. തൽക്കാലം കേസ് ഇവിടെ നിന്ന് നേരെ കോടതിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി ശക്തി അവിടേക്ക് വരുന്നത്. അവിടെ വെച്ചാണ് ശിവ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ നാരായണന്റെ എക്സ് വൈഫായിരുന്നു ലക്ഷ്മി. അവർ 2 പേരും ഡിവോഴ്സ് ആയതാണ്. അവർക്കിടയിലും ഈഗോയും പ്രശ്നങ്ങളും ആയിരുന്നു. ഡിവോഴ്സിന് ശേഷം അവരുടെ കുട്ടിയെ കാണാൻ പോലും ലക്ഷ്മി അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ലക്ഷ്മി തന്റെ സഹോദരിയുടെ വീട്ടിലായിരുന്നു കുട്ടിയെ നിർത്തി പഠിപ്പിക്കുന്നത്. അത് കാരണം നാരായണൻ അവിടേക്ക് പോകാനും പറ്റില്ല, കുട്ടിയെ ഫോണിൽ വിളിച്ചു പോലും സംസാരിക്കാനും പറ്റില്ല. ശക്തിക്ക് വേണ്ടി തന്റെ വൈഫാണ് ഹാജരാകുന്നതെന്ന് മനസ്സിലാക്കിയതോടുകൂടി നാരായണനും വാശിയായി ഈ കേസ് താൻ എങ്ങനെയെങ്കിലും ജയിക്കുമെന്ന്. സ്റ്റേഷനിൽ വെച്ചിട്ട് ലക്ഷ്മി പറയുന്നത് ശിവശക്തിയെ അടിക്കുകയും അത് അബോഷനിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാണ്. എന്നാൽ നാരായണൻ പറഞ്ഞ പ്രകാരം ശിവ കരഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തിലേക്കാണ് സംസാരിക്കുന്നത്. അവൾ പ്രഗ്നന്റ് ആയിരുന്നു തനിക്ക് അറിയില്ലായിരുന്നു, അറിഞ്ഞിരുന്നെങ്കിൽ താൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു, മാത്രമല്ല ഇവർ പറയുന്ന പോലെ ഞാൻ അവളെ അടിച്ചിട്ടില്ല, വഴക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ. ശക്തിയുടെ തർത്ത സ്വഭാവം പോലീസുകാരികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാരായണന്റെ അസിസ്റ്റന്റായ സിദ്ധു അകട്ട മനഃപൂർവ്വം ശക്തിയെ പ്രൊവോക്ക് ചെയ്യുന്നു. പോലീസുകാരികൾ കാണാതെയായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ശക്തി അകട്ട ദേഷ്യം കാരണം സിദ്ധുവുമായിട്ട് വഴക്കിടുന്നു. ഇതൊക്കെ പോലീസുകാരികൾ കാണുമ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഉണ്ടായ പ്രശ്നത്തില് ശിവയ്ക്കുള്ള പങ്ക് ശക്തിക്കും ഉണ്ടെന്ന്. കാരണം അവളും എന്ത് പറയുമ്പോഴും ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തൽക്കാലം പോലീസുകാര് ശിവയെ അവിടെ പിടിച്ചു വെക്കുന്നില്ല. 2 പേരെയും കോടതിയിലേക്ക് വിടുന്നു. സംഭവം കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ അബോഷന് കാരണമായത് അവന്റെ ഫിസിക്കൽ അബ്യൂസ് ആണെന്നാണ് ലക്ഷ്മി പറയുന്നത്. എന്നാൽ നാരായണൻ പറയുന്നുണ്ട് ഫിസിക്കൽ അബ്യൂസ് ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു തെളിവില്ലാന്ന്. അത് കാരണം കോടതി അവരോട് പറയുന്നുണ്ട് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി അതിന് തെളിവും കൊണ്ടുവരണം, അതിനു മുമ്പ് ഇവരൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന്. കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ശക്തി എപ്പോഴും നല്ല ദേഷ്യത്തിൽ തന്നെയായിരുന്നു. എന്നാൽ ശിവയെ സംബന്ധിച്ച് അവന് ഈ ഡിവോഴ്സിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവളുടെ കൂടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു ആഗ്രഹം. ഈ സംഭവങ്ങളൊന്നും തന്നെ ഇവരുടെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സംഭവം കോടതിയിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇവരുടെ വീട്ടുകാർ ഇത് അറിയുന്നതും പ്രശ്നമാകുന്നതും. ശിവയുടെ വീട്ടുകാർ പറയുന്നുണ്ട് അന്നേ തനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, നീ ഡിവോഴ്സ് കൊടുത്തിട്ട് പോരുന്നതാ നല്ലതെന്ന്. ശക്തിയുടെ വീട്ടുകാര് അവളെ വന്നുകൊണ്ട് സംസാരിക്കുന്നത് പ്രശ്നം കോംപ്രമൈസ് ആക്കാനാണ്. എന്നാൽ ലക്ഷ്മിയാകട്ടെ ശക്തിയുടെ വീട്ടുകാരെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ഇത് ശക്തിയുടെ തീരുമാനമാണെന്നും അവളെ നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. ശക്തിക്ക് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കാരണം അവൾ ലക്ഷ്മിയുടെ കൂടെയാണ് നിൽക്കുന്നത്. പിന്നീട് ശക്തിയുടെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിയുന്നു. അതിൽ അവളുടെ അബോഷൻ നോർമലായിട്ട് സംഭവിച്ചതാണെന്നും ഫിസിക്കൽ അബ്യൂസ് കൊണ്ട് സംഭവിച്ചതല്ലെന്നും തെളിഞ്ഞു. എന്നാൽ അബോഷൻ ഫിസിക്കൽ അബ്യൂസ് കൊണ്ട്
സംഭവിച്ചതല്ലെങ്കിലും ഇയാൾ സ്ഥിരമായിട്ട് കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അവളെ അടിക്കാറുണ്ടെന്ന് ലക്ഷ്മി വാദിക്കുന്നുണ്ട്. അങ്ങനെ മദ്യപിക്കുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇടയ്ക്ക് മദ്യപിച്ചിട്ട് അവളുടെ അച്ഛനെ തെറിവിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ എടുത്ത് കോടതിയിൽ കാണിക്കുന്നു. അങ്ങനെ അതുള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആൽക്കഹോൾ ടെസ്റ്റ് എടുക്കാനും കോടതി അവനോട് പറയുന്നു. അങ്ങനെ ഓരോ തവണ ഓരോ ടെസ്റ്റും കഴിഞ്ഞ് കോടതിയിലെത്തുമ്പോൾ ലക്ഷ്മി ഓരോരോ കാര്യങ്ങൾ പറയും. അവനൊരു ഡ്രഗ് അഡിക്റ്റ് ആണ്, അവന് ബൈപ്പോളാർ ഡിസോർഡർ ഉണ്ട്, അവനൊരു മെന്റൽ പേഷ്യന്റ് ആണ്, അങ്ങനെ പല പല കാര്യങ്ങൾ പറയും. അവസാനം ഓരോ തവണയും തനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലാന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായിട്ട് ശിവ കോടതിയിൽ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഓരോ തവണയും അവൻ രക്ഷപ്പെട്ടു പോകുന്ന കാരണം ലക്ഷ്മി ഇത്തവണ ഒരു പ്ലാൻ ഇടുന്നു. അവന് മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഹിയറിംഗിന് ഒരു സ്ത്രീയെ കൂടി കൊണ്ടുവരുന്നു. എന്നാൽ അവരുടെ ആ ഒരു പ്ലാനിങ് വർക്കൗട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നാരായണനും സിദ്ധുവും ചേർന്നിട്ട് ഇന്ന് കോടതിക്കുള്ളിൽ കയറി കഴിഞ്ഞ പ്രശ്നമാണ്, അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും പൊളിക്കണമെന്ന്. അതിനു വേണ്ടിയിട്ട് ജഡ്ജി വന്നപ്പോ ശിവയെ മനഃപൂർവ്വം നാരായണൻ ജഡ്ജിയുടെ കാറിന്റെ മുന്നിലേക്ക് തള്ളിയിടുന്നു. അവന് ചെറിയ പരിക്കുകളെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ജഡ്ജി പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. അത് കാരണം അന്നത്തെ ഹിയറിംഗ് മാറ്റിവെച്ചു. ലക്ഷ്മിയുടെയും കൂട്ടരുടെയും പ്ലാനിങ്ങും പൊളിഞ്ഞു. ലക്ഷ്മിയാകട്ടെ എങ്ങനെയെങ്കിലും ശക്തിക്ക് ഡിവോഴ്സ് വാങ്ങി കൊടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അതിന് താൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നും അതിനെല്ലാം നിന്റെ സമ്മതം എനിക്ക് വേണം, നീ എന്റെ കൂടെ നിൽക്കണമെന്ന് ലക്ഷ്മി പറഞ്ഞതോടുകൂടി താൻ എന്തിനും തയ്യാറാണെന്ന് ശക്തിയും പറഞ്ഞു. അതുകൊണ്ട് അവരുണ്ടാക്കുന്ന പല കള്ളത്തരങ്ങൾക്കും ശക്തി കൂട്ടുനിൽക്കുകയും ചെയ്തു. ഇനി എന്തെങ്കിലും കാരണവശാൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ശിവയുടെ സ്വത്തിന്റെ പാതിയും ശക്തിക്ക് പോകും. അവൻ മാസം മാസം അവൾക്ക് ചെലവിന് കൊടുക്കേണ്ടി വരും. അവന്റെ ശമ്പളത്തിൽ നിന്ന് ഒരുവിധം നല്ല തുക അവൾക്ക് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമെന്ന് മനസ്സിലാക്കിയ നാരായണനാകട്ടെ ഒരു പ്ലാൻ ഇടുന്നു. അവന്റെ പേരിലുണ്ടായിരുന്ന ഫ്ളാറ്റെല്ലാം തന്നെ അവന്റെ അനിയന്റെ പേരിലേക്ക് മാറ്റുന്നു. പിന്നെ മാത്രമല്ല അവന് മന്ത്ലി ഒരുപാട് EMI ഉണ്ടെന്നും ഒരുപാട് പേർക്ക് അവൻ കാശ് കൊടുക്കാനുണ്ടെന്നുള്ള കാണിക്കുന്ന പല രേഖകളും ഇവർ ഫേക്കായിട്ടുണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ അവന്റെ ചെറിയ ശമ്പളത്തിൽ നിന്നും കുറച്ച് ഭാഗം മാത്രം അവൾക്ക് കൊടുത്താൽ മതിയാകും. അതേ ടൈമില് ലക്ഷ്മിക്ക് ശക്തിക്കും ഒരു നല്ല സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ഫെമിനിസ്റ്റ് ആയ ഒരു സ്ത്രീയെ പോയി കാണുന്നു. ഭാരതി എന്നായിരുന്നു അവരുടെ പേര്. ഫെമിനിസ്റ്റും ആക്ടിവിസ്റ്റും ആയ അവരാകട്ടെ വീട്ടിലെ ജോലികളും ചെയ്യുന്നുണ്ട്, തന്റെ ഹസ്ബൻഡിന്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട്, ഫെമിനിസത്തിന് വേണ്ടിയിട്ട് പോരാടുകയും ചെയ്യുന്നുണ്ട്. അവരെ കണ്ടതും അത്ഭുതത്തോടെയാണ് ലക്ഷ്മി ശക്തിയും നോക്കി നിൽക്കുന്നത്. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുന്നല്ലോ എന്ന് അവര് ചോദിക്കുമ്പോൾ ഭാരതി പറയുന്നുണ്ട്, അതിനിപ്പോ എന്താണെന്ന്, ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ചെലവിലാണ് കഴിയുന്നത്, അദ്ദേഹത്തിനോട് എനിക്ക് സ്നേഹമുണ്ട്, ആ സ്നേഹത്തിന്റെ പുറത്താണ് ഞാൻ അയാൾക്ക് ചായ ഇട്ടുകൊണ്ട് കൊടുത്തത്. എന്റെ ഫെമിനിസ്റ്റ് ആണെന്ന് കരുതിയിട്ട് എന്റെ ഹസ്ബൻഡിന്റെ കൂടെ മക്കളുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കാൻ പാടില്ല എന്നില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഫെമിനിസത്തിൽ വരുന്നതല്ല. അദ്ദേഹം സമ്പാദിക്കുന്നു, അദ്ദേഹത്തിന്റെ കാശുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു, സ്നേഹത്തോടെ അവർക്ക് വേണ്ടുന്നത് ഞാൻ ചെയ്തു കൊടുക്കുന്നു. ഫെമിനിസം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഈ കാര്യങ്ങളൊന്നുമല്ല. അത് ഓരോരുത്തർക്കും കിട്ടുന്ന ഒരു മര്യാദയാണ്. എനിക്ക് കിട്ടുന്ന ആ ഒരു മര്യാദ എവിടെയെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആരാണെങ്കിലും ഞാൻ അതിനെ എതിർത്ത് സംസാരിക്കും. ഇവിടെ എന്റെ ഹസ്ബൻഡ് എന്നെ സ്നേഹത്തോടെയാണ് നോക്കുന്നതും എന്നെ ഹാപ്പി ആയിട്ടാണ് വെച്ചിരിക്കുന്നതും. അങ്ങനെയുള്ള ആളോട് ഞാൻ എന്തിന് എന്റെ ഫെമിനിസം കാണിക്കണം? അവര് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലക്ഷ്മിയുടെയും ശക്തിയുടെയും കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. ഇവിടെ ശിവയും സിദ്ധു സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിദ്ധു അങ്ങോട്ട് ശിവയോട് പറയുന്നുണ്ട്, നിന്റെ വീട്ടിലെ മെഡിനെ നോക്ക്, അവര് ചെയ്യുന്ന ജോലി അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവരൊരു തവണയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇവരെല്ലാ ജോലികളും സന്തോഷത്തോടെയല്ലേ ചെയ്യുന്നത്. അവരും ഒരു സ്ത്രീയല്ലേ, അതുപോലെയല്ലേ ശക്തിയും. അവളെന്തിനാണ് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? പണ്ടുകാലത്ത് എന്റെ അമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കണമായിരുന്നു, ആട്ടുകല്ലിൽ വേണം അരി അരയ്ക്കാൻ. ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും മെഷീൻസ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, മിക്സി ഉണ്ട്, എല്ലാം ഈസി ആയിട്ട് നടക്കും. അതുപോലും ഇവളുമാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ ജോലിയും ചെയ്യാനുള്ള മെഷീൻസ് വാങ്ങിക്കൊടുത്തിട്ടും അതിന്റെ സ്വിച്ച് ഓൺ ആക്കാൻ പോലും അവർക്ക് വയ്യെങ്കിൽ ഇവർക്ക് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഇവർ പരസ്പരം സംസാരിക്കുന്ന കേട്ടുകൊണ്ട് ആ മെയ്ഡ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം വീട്ടിലുണ്ടായിട്ടും ആ ഒരു സ്വിച്ച് ഓൺ ആക്കാൻ എന്തിനൊരു സ്ത്രീ തന്നെ വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെന്ന്. ചെറുപ്പം മുതലേ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ ആഹാരം വെച്ചു കൊടുത്തു. അച്ഛൻ ഇഷ്ടപ്പെടുന്നതും സഹോദരൻ ഇഷ്ടപ്പെടുന്നതും എല്ലാം അമ്മയുടെ കൂടെ നിന്ന് ചെയ്തു. വിവാഹശേഷം ഭർത്താവിന് ഇഷ്ടപ്പെടുന്നത് വെച്ചു കൊടുത്തു. കുട്ടികളായപ്പോ കുട്ടികളുടെ ഇഷ്ടത്തിന് ആഹാരം പാചകം ചെയ്തു കൊടുത്തു. പക്ഷെ ഇന്നേ വരെ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്നും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. അതേ ടൈമിൽ തന്നെ ഭാരതി അവരോട് പറയുന്നുണ്ട്, 1000 വർഷങ്ങളായിട്ട് സ്ത്രീകളെ അടിമകളാക്കിയാണ് ആണുങ്ങൾ വെച്ചിരിക്കുന്നത്. അവരധികാരം കാട്ടിക്കൊണ്ട് പറയും ഇത് ഞങ്ങളുടെ ആണുങ്ങളുടെ അധികാരമാണെന്ന്. അത് നമുക്ക് ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ നമ്മളും ഒരു കാര്യം അവരോട് പറഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ അധികാരമാണ്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കാവൂ എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഇന്നത്തെ കാലത്ത് ഇതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ അടുക്കളയിൽ മാത്രം കഴിയാനുള്ളവരാണെന്ന് പറഞ്ഞിരുന്ന തലമുറയിൽ നിന്നും തന്റെ കാലിൽ വീഴുന്ന വൈഫിന്റെ കാലിൽ വീണ് അനുഗ്രഹം വായിക്കാൻ വരെ തയ്യാറാകുന്ന പുരുഷന്മാര് ഈ കാലത്ത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അവര് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ ശക്തിക്ക് തോന്നുന്നുണ്ട് താൻ അനാവശ്യമായിട്ട് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതായിരുന്നുവെന്ന്. കാരണം ശിവ ഒരു രീതിയിൽ നല്ലൊരു ഹസ്ബൻഡ് ആയിരുന്നു. ഒരു സൈഡിൽ അവളുടെ മനസ്സ് മാറി തുടങ്ങുന്ന പോലെ ശിവയ്ക്കും തോന്നാൻ തുടങ്ങി ഇനി അവളെ ബുദ്ധിമുട്ടിക്കണ്ടെന്നും അവൾക്ക് ഡിവോഴ്സിനാണ് താല്പര്യമെങ്കിൽ അത് കൊടുക്കാമെന്നും. വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത
ഇല്ലാത്ത കാരണം ശക്തിയാകട്ടെ തൽക്കാലം ഫുഡ് ഡെലിവറി ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം അവൾ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നത് നാരായണന്റെ വീട്ടിലാണ്. ആ സമയത്ത് അവിടെ ശിവയും ഉണ്ടായിരുന്നു. അവളെ അങ്ങനൊരു അവസ്ഥയിൽ കണ്ടപ്പോൾ അവന് ശരിക്കും വിഷമം തോന്നാൻ തുടങ്ങി. ശക്തിയും പല കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അവളുടെ ചെറിയ വരുമാനം ഉപയോഗിച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്ന വില കൂടിയ ഡ്രസ്സുകൾ അവൾക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശിവയുടെ ചെലവിൽ അവൾ കഴിയുന്ന സമയത്ത് അവൾ ഒരുപാട് ക്യാഷ് അനാവശ്യമായിട്ട് ചെലവാക്കിയിട്ടുണ്ട്. അതിലൊക്കെ അവൾക്ക് ഇപ്പൊ കുറ്റബോധം തോന്നാൻ തുടങ്ങി. അവളുടെ അമ്മയെ അവളോട് വന്ന് പറയുന്നുണ്ട്, ഇത്രയും ദിവസവും കോടതിയിൽ നീ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവനെ അപമാനപ്പെടുത്തിയിട്ടുണ്ട്, അവന് പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു തവണ പോലും നിനക്കെന്തെങ്കിലും മോശമായിട്ട് സ്വഭാവം ഉണ്ടെന്ന് അവൻ പറഞ്ഞിട്ടില്ല. നീ പറയുന്ന പ്രശ്നങ്ങളൊന്നും തനിക്കില്ലാന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. നിന്നെ കുറ്റപ്പെടുത്തി ഒന്നും പറഞ്ഞിട്ടില്ല. ശക്തിയുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശിവയോട് നാരായണൻ പറയുന്നുണ്ട്, ലക്ഷ്മി എന്റെ അടുത്ത് ഡിവോഴ്സ് വാങ്ങി പോകുന്ന സമയത്ത് കാശിന് വേണ്ടിയിട്ടായിരുന്നില്ല എന്റെ സ്വത്തും മാസം മാസം അലവൻസും ഒന്നും വാങ്ങിയത്, എന്നോടുള്ള ഈഗോ കൊണ്ടായിരുന്നു. ആ ഈഗോ രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ ഡിവോഴ്സ് ഉണ്ടായത് തന്നെ. എന്നെ സംബന്ധിച്ച് ഞാൻ സമ്പാദിക്കുന്നത് തന്നെ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അവർക്ക് കൊടുക്കാതെ ഞാൻ ആർക്ക് കൊടുക്കാനാ? അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും വിട്ടുകൊടുത്തത്. ശിവയ്ക്കും ഓരോന്നാലോചിച്ച് വിഷമം വരാൻ തുടങ്ങി. കാരണം ശക്തി അവന്റെ ലൈഫിൽ അവനോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വീട്ടിലിരിക്കുന്ന ആണുങ്ങൾ എന്ത് പറയുമെന്ന് ചിന്തിക്കാതെ പേടിക്കാതെ ജീവിക്കണം. അല്ലാതെ അവൾക്ക് വലിയ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. അവളിന്ന് കാശിന് വേണ്ടിയിട്ട് ജോലിക്ക് പോയി കഷ്ടപ്പെടുന്നതും അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നതും ഒക്കെ അവന്റെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ട്. ലക്ഷ്മിയെ സംബന്ധിച്ച് അവളിപ്പോ ഒരു കേസ് മാത്രമാണ്. കേസ് കഴിഞ്ഞു കഴിയുമ്പോൾ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് അവൾക്ക് ഇറങ്ങേണ്ടി വരും. പിന്നീട് അവൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഇതെല്ലാം ആലോചിച്ച് ശിവ നല്ലപോലെ വിഷമിക്കുന്നുണ്ടായിരുന്നു. അവൾക്കിനി ഡിവോഴ്സ് തന്നെയാണ് വേണ്ടതെങ്കിൽ അത് തന്നെ കൊടുക്കാമെന്നായിരുന്നു അവന്റെ തീരുമാനം. അങ്ങനെ വീണ്ടും അടുത്ത ഹിയറിംഗിനുള്ള ഡേറ്റ് എത്തി. അപ്പോഴേക്കും ജഡ്ജി മാറി ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള പുതിയ ജഡ്ജി വന്നിട്ടുണ്ടായിരുന്നു. മ്യൂച്വൽ ഡിവോഴ്സിന് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ശിവ അതിന് ഓക്കെ പറയുന്നു. ഇത്തവണ ശക്തി ശരിക്കും ഞെട്ടിപ്പോയി. ഒരു ആർഗ്യുമെന്റ്സോ പ്രശ്നമോ ഒന്നുമില്ലാതെ മന്ത്ലി അലവൻസോ അവൾക്ക് കൊടുക്കാം, ശിവയുടെ സ്വത്തിന്റെ പാതിയോ അവൾക്ക് കൊടുക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവൻ ഓക്കെ പറയുന്നു. ഇത് കേട്ടതോടുകൂടി ജഡ്ജി പോലും ഞെട്ടിയിരിക്കുകയായിരുന്നു. കാരണം സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ്സ് പതിവുള്ളതാണ്. എന്നാൽ അവനെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കുന്നു. തന്റെ മാരേജ് ലൈഫ് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് തന്നെ കൊണ്ടാവുന്ന രീതിയിൽ അവൻ പരമാവധി ശ്രമിച്ചുവെന്നും ഇത്രയൊക്കെ ശ്രമം നടത്തിയിട്ടും ശക്തിക്ക് ഡിവോഴ്സ് തന്നെയാണ് വേണമെന്ന് പറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് എല്ലാം വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായതെന്നും നാരായണൻ പറയുന്നു. ശരിക്കും അവർക്കിടയിലെ ഈഗോയാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം. ഞാനാണ് വലുതെന്ന് രണ്ടുപേരും പറയാൻ തുടങ്ങി. 10-25 വർഷമായിട്ട് ശിവ കണ്ടുവളർന്ന ചില സാഹചര്യങ്ങളുണ്ട്. വിവാഹശേഷം സ്ത്രീകൾ താലിയിടുന്നതും സിന്ദൂരിടുന്നതും ഒക്കെ. പെട്ടെന്ന് തന്റെ വൈഫ് താലി ഉരി മാറ്റുകയും സിന്ദൂരിടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവന് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. വീട്ടിൽ അച്ഛനോ സഹോദരനോ ഇല്ലാത്ത സമയത്ത് ഏതെങ്കിലും പുരുഷന്മാര് വീട്ടിലേക്ക് വരുമ്പോ അവന്റെ അമ്മയും സഹോദരിയും പറയുമായിരുന്നു, ഇവിടെ ആണുങ്ങളാരുമില്ല, അവരാരെങ്കിലും ഉള്ളപ്പോ വരാൻ. അതെല്ലാം കണ്ടു വളർന്നവനാണ് ശിവ. ആ ഒരു മനസ്സുള്ളവന് പെട്ടെന്ന് തന്റെ വൈഫ് പുരുഷന്മാരോട് ഇടപെടുകയും അവരുമായിട്ട് സൗഹൃദത്തിലാവുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം അവര് ചെയ്യുന്നത് തെറ്റാണെന്നൊരിക്കലും ശിവയെ പോലുള്ള ആണുങ്ങൾ കരുതുന്നില്ല. പക്ഷെ ഇതെല്ലാം ഒരു സ്ത്രീ മനസ്സിലാക്കുന്ന പോലെ തന്നെ പുരുഷന് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു അക്സെപ്റ്റ് ചെയ്യാനുള്ള സമയം മാത്രമായിരുന്നു ശിവയെ പോലുള്ള ആളുകൾ ആവശ്യപ്പെടുന്നതെന്നാണ് നാരായണൻ പറയുന്നത്. ആ ഒരു ടൈം അവർക്ക് കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവരുമായിട്ട് പ്രശ്നമുണ്ടാക്കി പിരിയാൻ പാടില്ല. ഇവിടെ ശക്തി ചെയ്തതും അത് തന്നെയാണ്. അവന് കുറച്ച് ടൈം കൊടുത്തില്ല. അവള് ചെയ്യുന്ന പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ അവന് കുറച്ച് സമയം വേണമായിരുന്നു. അതിനു മുൻപ് തന്നെ അവനെ വിട്ട് പിരിയാനാണ് അവള് നോക്കുന്നത്. കൂടാതെ ഇൻസ്റ്റഗ്രാം റീൽസും അതിൽ കാണുന്ന മറ്റുള്ളവരുടെ ജീവിതവും എല്ലാം തന്നെ ഇതുപോലെ പല ആൾക്കാരുടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്നും നാരായണൻ പറയുന്നു. അതിൽ കാണുന്നതൊന്നും തന്നെ സത്യമല്ല. അതുപോലെയൊക്കെ നമ്മളുടെ ലൈഫിലും വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കാനും പാടില്ല. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മുതൽ ജീവിക്കുന്ന ശൈലിയും കഴിക്കുന്ന ആഹാരവും എല്ലാം തന്നെ വെസ്റ്റേൺ കൾച്ചർ ആകാൻ ആഗ്രഹിക്കുന്ന ഈ സ്ത്രീകള് കല്യാണമെന്ന് വരുമ്പോൾ മാത്രം വെസ്റ്റേൺ കൾച്ചർ സ്വീകരിക്കാതെ ആഡംബരമായിട്ട് കല്യാണം നടത്തി ഒരുപാട് സ്വർണ്ണമൊക്കെ വാങ്ങി ഒരുപാട് കാശ് പൊട്ടിച്ച് കളയുന്നുണ്ട്. അന്നേരം എന്തുകൊണ്ട് ഇവരാരും വെസ്റ്റേൺ കൾച്ചർ സ്വീകരിക്കുന്നില്ല? സിമ്പിളായിട്ട് അവർക്ക് മാരേജ് നടത്തിക്കൂടെ? ഇവിടെ നിൽക്കുന്ന ഒരുവിധം സ്ത്രീകൾ ആരും തന്നെ അവരുടെ സ്വന്തം കാശിനല്ല അവരുടെ കല്യാണം നടത്തിയിരിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ രക്ഷകർത്താക്കള് അത്രത്തോളം കാശ് ചെലവാക്കുകയും അതിന്റെ പേരിൽ കടക്കാരായി മാറുകയും ചെയ്തിട്ടുണ്ട്. ശിവയുടെ കാശ് ചെലവാക്കുമ്പോൾ അവൻ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ശക്തി പ്രശ്നമുണ്ടാക്കി. അതേപോലെ തന്നെ ശിവയ്ക്കും പ്രശ്നങ്ങളുണ്ട്. അവൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന കാശ് വീട്ടിലെ എല്ലാ ചെലവുകൾക്കും ഉപയോഗിച്ച ശേഷം തന്റെ ഒരു കാര്യത്തിന് പോലും എടുക്കാൻ പറ്റാത്ത പല മാസങ്ങളും അവനുണ്ടായിട്ടുണ്ടാകും. അതൊന്നും ശക്തി പലപ്പോഴും കണ്ടിട്ടുണ്ടാവില്ല. ഹസ്ബൻഡ് സമ്പാദിക്കുന്ന കാശ് എനിക്ക് സ്വതന്ത്രമായിട്ട് ചെലവാക്കാൻ പറ്റുന്നില്ല എന്ന് ഒരു പെണ്ണ് പറയുന്നതിനേക്കാൾ വലുതാണ് ഞാൻ സമ്പാദിക്കുന്ന കാശ് എനിക്ക് ചെലവാക്കാൻ പറ്റുന്നില്ല എന്ന് ഒരു ഹസ്ബൻഡ് പറയുന്നത്. ഒരു പെണ്ണ് ജോലിക്ക് പോയി സമ്പാദിക്കുമ്പോൾ അത് വലിയ സംഭവമായിട്ട് കാണുകയും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ആയിട്ട് കാണുകയും ചെയ്യുന്നിടത്ത് ഒരാണ് പോയി സമ്പാദിക്കുന്നത് അത് അവന്റെ കടമയായിട്ടാണ് കാണുന്നത്. ബസ്സിൽ പോലും സംവരണമാണ്. ഒരു പെണ്ണ് വന്ന് നിന്ന് കഴിഞ്ഞാൽ ആണ് എഴുന്നേറ്റ് കൊടുക്കണം. പക്ഷെ അവിടെ ആ സ്ത്രീ പറയുന്നില്ല, നീയും ഞാനും തുല്യമാണ്, നിനക്കും ഇരിക്കാൻ അവകാശമുണ്ട്, നീ ഇരുന്നോ, ഞാൻ ഇവിടെ നിന്നുകൊള്ളാമെന്ന്. ആ സീറ്റിലിരിക്കാൻ ഒരുപോലെ അവകാശം സ്ത്രീക്കും പുരുഷനും ഉണ്ടെന്ന് പറയുന്നിടത്താണ് ഫെമിനിസം എന്നാണ് നാരായണൻ പറയുന്നത്. മറിച്ച് നമ്മുടെ നാട്ടിലെ സ്ത്രീകള് അവിടെ പെരുമാറുന്നത് വേറൊരു രീതിയിലാണ്. ഒരു പെണ്ണായി
പെണ്ണായ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരാണായ നീ എന്തിനാ അവിടെ ഇരിക്കുന്നു എന്നാണ് പല സ്ത്രീകളും ചോദിക്കുന്നത്. ഇക്വാലിറ്റിയും ഫെമിനിസവും എല്ലാം സംസാരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. വിവാഹ ജീവിതത്തില് 50-50 എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നീ പച്ചക്കറി കട്ട് ചെയ്യും, ഞാൻ ആഹാരം കുക്ക് ചെയ്യാം, നീ പാത്രം കഴുകുക, ഞാൻ കിച്ചൺ ക്ലീൻ ആക്കാം എന്നൊക്കെ പറഞ്ഞ പോലെ 50-50 ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ ഒരാൾ 70% മറ്റേയാൾ 30% ആയിരിക്കും ചെയ്യുന്നത്. മറ്റു ചില കാര്യങ്ങളിൽ ഒരാൾ 40 മറ്റൊരാൾ 60 ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഈക്വൽ ആയിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റില്ല. നാരായണൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ലക്ഷ്മിയും പല കാര്യങ്ങളും മനസ്സിലാക്കുകയായിരുന്നു. അവർക്കിടയിലും ഈ ഈഗോയും പ്രശ്നങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അവരുടെ വിവാഹ ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നേനെ. എല്ലാം കേട്ടുകഴിഞ്ഞ് ശിവയുടെ തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ ശിവ പറയുന്നുണ്ട്, എനിക്ക് അവളുടെ കൂടെ ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ അവൾക്ക് ആ ആഗ്രഹം ഇല്ലെങ്കിൽ, ഡിവോഴ്സാണ് താല്പര്യമെങ്കിൽ അതിന് ഞാൻ എതിര് നിൽക്കില്ല. എന്നാൽ ശക്തി പറയുന്നുണ്ട്, തനിക്കിപ്പോൾ ഡിവോഴ്സ് വേണ്ട എന്ന്. തനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ഇപ്പോൾ എന്തായാലും തനിക്ക് ഡിവോഴ്സ് വേണ്ട. അത് കേട്ടപ്പോൾ ശിവയ്ക്ക് സന്തോഷമായി. അവള് ജഡ്ജിയോട് 3 മാസമാണ് ചോദിക്കുന്നത്. ആ 3 മാസത്തിന്റെ ഇടയ്ക്ക് ഡിവോഴ്സ് വേണോ വേണ്ടയോ എന്ന് അവൾ തീരുമാനിച്ചു കൊള്ളാമെന്നും പറയുന്നു. കോടതിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ലക്ഷ്മിക്കും താൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയത് കാരണം മകളുമായിട്ട് സംസാരിക്കാൻ നാരായണന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അയാൾ ഫോണിലൂടെ തന്റെ മകളെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നു. അതുപോലെ എല്ലാത്തിനും സോറി പറഞ്ഞുകൊണ്ട് ശക്തിയും പോയി ശിവയെ കെട്ടിപ്പിടിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് 3 മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ്. അവർ രണ്ടുപേരും ചേർന്ന് ടിവിയിൽ ഒരു സിനിമ കാണുകയായിരുന്നു. അതില് ഭഗവാനായ ശിവനും പാർവതിയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നു. എന്നാൽ അത് കണ്ടുകൊണ്ട് നമ്മുടെ ശക്തിയാകട്ടെ ശിവയോട് പറയുകയാണ്, ഈ സിനിമയിലെ തെറ്റ് ശിവന്റെ ഭാഗത്താണെന്ന്. ഇത്തവണ അവൻ തർക്കിക്കാനൊന്നും നിന്നില്ല. നീ പറഞ്ഞത് തന്നെയാണ് ശരിയെന്നും പറയുന്നു. 3 മാസങ്ങൾക്ക് ശേഷം ഡിവോഴ്സ് ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു അവർ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നതും. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.